ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മുടെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ റിസൾട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ 10 മാസമായിട്ടോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട്. അങ്ങനെ ഏകദേശം ഫൈനൽ റിസൾട്ടിനോട് അടുത്തിരിക്കുകയാണ്. ഒരു വർഷം കൊണ്ടാണ് ഫുള്ള് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടോ. 10 മാസത്തെ റിസൾട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഉള്ളത് അരീക്കോടാണ്. അരീക്കോട് പുഴേനെ ചാരിയുള്ളത് കേട്ടോ. ഇത് കാണുന്ന പുഴയാണ്. വെള്ളമില്ലാത്ത സമയത്ത് പുഴ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. മഴയൊന്നുമില്ലാതെ വേനൽ കടും ചൂടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ അടിപൊളിയാണ്. ഇന്നലെ ഒന്നും കുളിച്ചൊക്കെ ചെയ്തിന്, പക്ഷേ വെള്ളം പറ്റ മോശമാണ്. എന്നാലും ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ 10 മാസമായി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നോക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ബാക്കിൽ ഇങ്ങനെ ചെറിയ കുരുക്കൾ വന്നിട്ടുണ്ട്. അതിപ്പോൾ പൂർണ്ണമായിട്ട് പോയിട്ടോ. കാരണം ആ നോമ്പിൻ്റെ ചൂടിൽ വെള്ളം കുറച്ച് കുടിച്ചുകൊണ്ടായിരിക്കും. നോമ്പ് കഴിഞ്ഞിട്ടും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് പോയി. കാരണം നല്ലതായിട്ട് വെള്ളം കുടിച്ചിന് ഞാൻ ഇപ്പോൾ ഈയിടെയായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുരുക്കളൊന്നുമില്ല. മറ്റേത് ഇങ്ങനെ ചോരക്കുരുമാരി ഇങ്ങനെ ബാക്കിൽ തൊടുന്ന സമയത്ത് ഇങ്ങനെ അറിയണി. ഇപ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല. കുരും കാര്യങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ടത്തെ മുടി ഉണ്ടപ്പോൾ നമ്മൾ ചീകി വെച്ച പോലെ നിൽക്കുന്നുണ്ടോ. പഴയമാതിരി ആ ചുരുണ്ട് കൂടുതലൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഒന്നാമത് ഞാനിപ്പോൾ കുറ്റിയാക്കിയാണ് വെട്ടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ പെരുന്നാക്ക വെട്ടിയപ്പോൾ ഏകദേശം ഒരു മാസമായി വെട്ടിയിട്ട് അന്ന് പറ്റ കുറ്റിയാക്കി വെട്ടി. ആ കുറ്റിയാക്കി വെട്ടിയപ്പോൾ എനിക്ക് തോന്നി ഉള്ളു പറ്റ കുറഞ്ഞ മാതിരി മുടി കൊഴിഞ്ഞു പോയ മാതിരി തോന്നി. പറ്റ ചെറുതാക്കിയോണ്ട് തന്നെ ഉള്ളു നന്നായിട്ട് കാണുന്നുണ്ട്. ഇനി പറ്റ ചെറുതാക്കിയപ്പോൾ ഇവിടെ ഉള്ളു മനസ്സിലായത്. ഇപ്പോൾ കുറേയൊക്കെ ഫില്ലായ പോലെ ഉണ്ട്. അറിയണമെന്നില്ല. വാർന്ന് വെച്ചാൽ അങ്ങനെയല്ല അറിയില്ല. പിന്നെ ഒരു കാര്യം പറയാം, നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തെന്ന് വെച്ചിട്ട് നമ്മളെ പഴയ കണ്ടീഷൻ ഉണ്ടല്ലോ, പണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ ആ മുടി അതൊന്നും എന്തായാലും വരില്ല. അപ്പോൾ തന്നെ പറഞ്ഞാൽ അത് കണ്ടാൽ ചെയ്യേണ്ട. എത്ര തിക്നെസ് ചെയ്താലും നമ്മളിപ്പോൾ പടച്ചോൻ തരുന്ന അതിൻ്റെ അടുത്തേക്ക് എന്തായാലും എത്തൂല. അവർ സൂചി കുത്തി ഉണ്ടാക്കണല്ലേ, ആ ഒരു ലെവലേ എത്തുള്ളൂ. എന്നാലും നമുക്ക് ആളടിക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കട്ടോ. നമ്മൾ മുടിയില്ലാത്ത ഒരാളടിക്ക് ഇറങ്ങിയാണ്ട് അയാൾ നമുക്ക് മുടിയില്ല എന്ന് പറഞ്ഞാൽ നല്ലതാണ്. ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് നമ്മൾ ആളടിക്ക് ഇറങ്ങുമ്പോൾ ഒരു മനുഷ്യന് മനസ്സിലാവില്ല. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ മുന്നിലേക്ക് ഇറക്കിയിട്ടാണ് വാരൽ. ഈ ഫ്രണ്ട് എയർ ലൈൻ കാണാത്ത രീതിയിൽ നമ്മൾ വാർന്നാൽ ഒരു മനുഷ്യന് മനസ്സിലാവില്ല നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് തയ്യാറാണ്. ഇന്നിപ്പോൾ കണ്ണുകൾക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അത് ചിലവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ഇന്നലെ പറഞ്ഞ് ഹോട്ടലിൽ പോയപ്പോൾ ഒരാൾ ഇതേപോലെ വീഡിയോ കണ്ടിട്ട് തിരിച്ചറിഞ്ഞ പോലെയൊക്കെ ഉണ്ട്. അങ്ങനത്തെവർക്കൊക്കെ മനസ്സിലാവുന്നല്ലാതെ പെട്ടെന്ന് കാണുന്ന ഒരാൾക്കൊന്നും ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണെന്ന് മനസ്സിലാവണില്ല. അതൊരു നല്ല പ്ലസ് കാര്യം തന്നെയാണ്. പിന്നെ മേലേക്ക് വരാതെ നിൽക്കുക. ഞാൻ പണ്ട് പറയുന്നത് മേലേക്ക് മാത്രമേ നിൽക്കുള്ളൂ. മേലേക്ക് മാത്രമല്ല എങ്ങോട്ടും നിൽക്കട്ടെ നമ്മളെ മുടി. അത് നമ്മൾ ആയി വരണം. ഫസ്റ്റ് വരുന്ന സമയത്ത് നല്ല ചുരുണ്ടിട്ട് വരും. അത് കട്ട് ചെയ്ത് വരുമ്പോൾ നമ്മളുള്ളിൽ നിന്ന് നല്ല നേരെ നമ്മളെ പഴയ മുടിൻ്റെ അതേ ലെവലിൽ വരും. ഇപ്പോൾ കുറച്ചൊക്കെ നീർന്നിന്, എന്നാലും പറ്റ നീർന്ന് ആ ഒരു സോഫ്റ്റ് വന്നിട്ടില്ല. മറ്റേ മുടി ഇങ്ങനെ ഇട്ട് കിപ്പിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നിന്, അത്രയും സോഫ്റ്റാണ്. ഇതിപ്പോഴും കുറച്ച് ഹാർഡാണ്. അതേപോലെ നല്ല കട്ടിയുള്ള മുടിയാണുള്ളത് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മുമ്പ് ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് ഇവിടെ നിന്ന് തൊട്ട് കഴിഞ്ഞാൽ മനസ്സിലാണല്ലോ എവിടെ തൊടുന്നതെന്നുള്ളത്. അതൊക്കെ ഫുള്ളായിട്ട് മാറിയിട്ടുണ്ടോ. അപ്പോൾ കറക്റ്റ് എൻ്റെ ഈ ഇവിടെ തൊടുന്നതും ഇവിടെ തൊടുന്ന ഒരേപോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതൊക്കെ മാറിപ്പോൾ അതിപ്പോൾ ഏകദേശം അഭിപ്രായം 8 മാസത്തിലൊക്കെ ആയിരിക്കും പോയിട്ടുണ്ടാവുകയെന്നാണ്. അതുവരെ എനിക്ക് ആ ഒരു ഫീല് ബുദ്ധിമുട്ടുണ്ടായി. നമ്മൾ എവിടെ തൊടുന്ന സ്പോട്ട് മനസ്സിലായി. എന്തോ തട്ടുന്നുണ്ട് തലമേന്ന് മനസ്സിലാവുന്നല്ലാതെ ഇപ്പോൾ എവിടെ പോയി ഇടിച്ചാൽ തന്നെ നമുക്ക് അത്ര വലിയ പെട്ടെന്ന് സ്പോട്ട് ഞാൻ കുഞ്ഞില്ല എവിടെ തട്ടിയതൊന്നും. അങ്ങനത്തെ പ്രശ്നം ഉണ്ടായി. ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടില്ല. പഴയ മാറിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടെയൊക്കെ ചെറിയ രണ്ടിൻ്റെ ഒറിജിനൽ മുടി ഉണ്ട്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടിയും ഒറിജിനൽ മുടി നമുക്ക് മനസ്സിലാവും. കാരണം ഒറിജിനൽ മുടി കുറച്ച് കട്ടി കുറഞ്ഞിട്ടുണ്ടാവുക. ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി നല്ല കട്ടിയിലേ വരും. അപ്പോൾ ഇവിടെ 1-2 മുടിയൊക്കെ ചെറുത് കണ്ടു. ഇപ്പോൾ GFC ചെയ്തുകൊണ്ട് കട്ടി കൂടി വന്നാണോ കട്ടിയില്ലാത്തതെന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ 1-2 ഇവിടെ ഫ്രണ്ട് കണ്ടു. ഉള്ളിലേക്കൊന്നും നമുക്ക് കണ്ടാൽ മനസ്സിലാവണില്ല. പുതിയ മുടി വരുന്നൊന്നും കാണാനും ഇല്ല. ചെറിയ കുറ്റിയൊന്നും കാണില്ല. ഇപ്പോൾ ഒക്കെ സാധാമാരൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ ഓൾറെഡി ഞാൻ എല്ലാ മുടി കുറ്റിയാക്കിക്കൊണ്ട് ഇപ്പോൾ അതിനൊപ്പം ആയിട്ടുണ്ടോയെന്നും അതും അറിയില്ല. അതൊക്കെയാണ് ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റിസൾട്ട് നോക്കാം. ഫ്രണ്ട് എയർ ലൈൻ കണ്ടില്ല ഞങ്ങൾ. ഫ്രണ്ട് ലൈൻ കഴിഞ്ഞ് ഞങ്ങൾ 9 മാസത്തിൽ കണ്ട അതേപോലെ തന്നെയാണ്. അതിൽ പുതിയതായിട്ട് മുടിയൊന്നും കാണാനില്ല. അപ്പോൾ ഇവിടെ 1-2 മുടി ചെറുത് നമ്മൾ കട്ടിയിൽ വന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആ ഒരു മാറ്റം മാത്രമാണ് ഉണ്ടായത്. പിന്നെ ഉള്ളു നോക്കുകയാണെങ്കിൽ ഉള്ളിപ്പോൾ പറ്റ കുറഞ്ഞ പോലെ കേട്ടോ. ഞാൻ മുടി വെട്ടിയോണ്ടാണ്. മുടി നല്ല കുറ്റിയൊക്കെ വെട്ടിനി. ഇപ്പോൾ കുറച്ച് 1 മാസത്തെ വളർച്ച ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇവിടെ ഉള്ളുള്ള പോലെ തോന്നുന്നു. ഇപ്പോൾ വെള്ളം പോയാലും കുളിക്കാനൊക്കെ വെള്ളം പോരുമ്പോഴൊക്കെ ഇവിടെ ഉള്ളു കാണുന്നുണ്ട്. പക്ഷെ മുടി നീറ്റ് വളർത്തിയപ്പോൾ ഒന്നും മനസ്സിലാവണില്ല ഇനി. പിന്നെ എൻ്റെ ക്രൗൺ ഏരിയ ഓൾറെഡി എനിക്ക് കുറവാണ്. ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറവാണ്. പക്ഷെ അതിൽ വലിയ കൂടിയിട്ടൊന്നുമില്ല. അതേപോലെയൊക്കെ തന്നെ ഉണ്ട്. GFC കൊണ്ടായിരിക്കും എന്ന് വിചാരിക്കണേ. അത് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. കൂടുതലായിട്ടൊന്നും തോന്നില്ല. മുടി കൊഴിച്ചിലും എനിക്ക് വല്ലാതെ തോന്നില്ല. ഞാൻ ഷാമ്പു ഒക്കെ ഇട്ട് കുളിക്കുന്നുണ്ട്. ഇപ്പോൾ താരന് തീരല്ല കേട്ടോ. താരം പറ്റ പോയി തന്നെ പറയാം. ഷാരൻ്റെ ഷാമ്പു ഉപയോഗിക്കൽ തന്നെയല്ല. അപ്പോൾ 1 മാസം 1.5 മാസമൊക്കെ ആയിരുന്നു ഷാരൻ്റെ ഷാമ്പു ഉപയോഗിച്ചിട്ട്. ഫസ്റ്റ് ടൈമിലൊക്കെ ഞാൻ ഇതേപോലെ വീക്കിലി 2 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ചെവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് കഴിച്ചപ്പോൾ ഞാൻ തന്നെ അന്തം വിട്ട്. അത്ര താരം ജന്മത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രത്തോളം താരം ഉണ്ടായിരുന്നു. അത് ഇതിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ആയിക്കാരം തോന്നുന്നുണ്ട്. അല്ലാതെ താരന് അത്ര തലയില്ലേ എനിക്ക്. പിന്നെ ഇങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ ഉപയോഗിക്കേണ്ടി വന്നിന്. കാരണം അത്ര പെട്ടെന്ന് വീണ്ടും താരൻ ഇങ്ങനെ വരും. പിന്നെ ഇങ്ങനെ ആയി ഒരാഴ്ചയാക്കി. പിന്നെ 2 ആഴ്ചയൊക്കെ ശേഷമാക്കി. അതേപോലെ 1 മാസത്തിന് ശേഷമാക്കി. പിന്നെ ഇപ്പോൾ നിർത്തി. ഇപ്പോൾ
താരൻ്റെ ഷാമ്പു ഉപയോഗിച്ചിട്ട് കുറേ ആയി, ഉപയോഗിക്കലില്ല, താരനും തലയില്ല. അപ്പോൾ പിൻഭാഗം നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മനസ്സിലാവുന്നില്ല നമുക്കത് എടുത്തത് കേട്ടോ. പറ്റ കുറ്റൊക്കെ മനസ്സിലായി. ഞാൻ അതുപോലെ റിസൾട്ട് ഒരു കൊല്ലമല്ലേ പറഞ്ഞത്, ഒരു കൊല്ലം കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫുള്ള് പറ്റ കുറ്റൊക്കെ 0 സൈസിൽ മൊത്തം തലേന്ന് വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്താ നമ്മളെ തലേൻ്റെ അവസ്ഥ. ബാക്കിൽ എടുത്ത ഭാഗം വെച്ച ഭാഗം വേറിട്ട് അറിയാൻ കഴിയുണ്ടോ, നമുക്ക് അങ്ങനെ നടക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ നോക്കട്ടോ. അപ്പോൾ നമുക്കിത് ബാക്ക് കണ്ടാൽ മനസ്സിലാവും എടുത്തത്. ഇപ്പോൾ കണ്ടാൽ അറിയില്ല, നമുക്ക് ഏകദേശം ഒരു 20 ദിവസത്തെ വളർച്ച കൊണ്ട് തന്നെ നമുക്ക് ബാക്ക് കവർ ചെയ്യുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാരൊക്കെ ചോദിച്ചതും എൻ്റെ അനുഭവമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഒരു 20 ദിവസം ആകുമ്പോഴത്തേന് ബാക്ക് കവർ ചെയ്തുകൊണ്ട് ബാക്കത്തെ മുടി നമുക്ക് കവറായി കണ്ട് ഫില്ലായി കിട്ടും. അത് അറിയില്ല. ഫ്രണ്ട് റെഡി ആവാനാണ് കുറച്ച് സമയം എടുക്കുക. അതെന്താ വെച്ചാൽ ആ മുടി കൊഴിഞ്ഞാണ്ട് റിട്ടേൺ വരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തത്. എനിക്കൊരു 5 മാസം കൊണ്ട് എൻ്റെ ഒക്കെ റെഡി ആയിട്ടുണ്ടതിന് ഒക്കെ. മീൻസ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങട്ടോ, പുറത്തേക്ക് ചീവി വെച്ച് ഇറങ്ങിയാൽ പെട്ടെന്ന് മനസ്സിലാവില്ല, ഈ മുടി ഉള്ളില്ലാത്തെന്ന് മനസ്സിലാവും എന്നല്ലാതെ ഈ കവർ ചെയ്ത് നിൽക്കും നമുക്ക് അത്യാവശ്യമൊക്കെ. അങ്ങനെ 5ാമത്തെ മാസത്തിൽ എനിക്ക് ഇറങ്ങി നടക്കാൻ പറ്റി. അപ്പോൾ ഇത്രയൊക്കെയാണ് കണ്ടിച്ചത്. പിന്നെ താടിയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ താടിയുടെ ഭാഗം ഇപ്പോഴും കുത്തുണ്ട് കേട്ടോ, പക്ഷേ കുറേ കുറഞ്ഞിക്കണ്. ഫുള്ളായിട്ട് പോവും എനിക്ക് ഉറപ്പാണ്. കാരണം അവിടുത്തെ ഡോക്ടേഴ്സിനൊക്കെ ഇതേപോലെ ചെയ്തോലുണ്ട്. അപ്പോൾ അവിടുത്തെ കണ്ട് അവർക്ക് ഒരു തുള്ളി അടയാളം പോലും അറിയണില്ല. ഇതിൻ്റെ ചെറിയൊരു അടയാളം ഇവിടെ ഇങ്ങനെ കുത്തു ഇങ്ങനെ കാണാനുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ തലവേദന കാര്യം ആ ഫസ്റ്റത്തെ ഒരു 20 ദിവസമാണ് മാക്സിമം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. നമുക്ക് ചെറിയ ബുദ്ധിമുട്ട് ഇതുകൊണ്ട് അത് പുതിയൊരു സംഭവം ചെയ്തല്ലേ അതിൻ്റെ ഒരു പ്രശ്നം. അത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുടി ഇല്ലാത്തവരുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്ലിനിക്ക് നോക്കിയിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കോൺഫിഡൻസ് എന്തായാലും വർദ്ധിക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ. ആ ഒരു 2 ദിവസത്തെ വേദന, അത് അനസ്തേഷ്യ വെക്കുമ്പോഴുള്ള ഒരു വേദന, അത് കുറച്ച് സഹിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ സഹിക്കാൻ വയ്യാത്ത വേദനയില്ല. അത് ഞാനിപ്പോൾ കോയമ്പത്തൂർ പോകുമ്പോൾ ഓരോരുത്തരോട് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ചെയ്ത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പോകുമ്പോൾ ഞാൻ ഓരോരുത്തർ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുക, മുടി വരിക, എല്ലാവരും ആളടി കൂടെ ഉഷാറായിട്ട് നടക്കട്ടെ. ഇതൊക്കെയാണ്. അപ്പോൾ റിസൾട്ട് കണ്ടല്ലോ നിങ്ങൾ, ഫ്രണ്ട് എയർലൈനും എൻ്റെ ബാക്കും താടിയുടെ ഭാഗമൊക്കെ, അതൊക്കെയാണ് റിസൾട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഫില്ലായി വരും കേട്ടോ. എന്നാലും പഴയ മാതിരി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നമുക്കൊരാളടിക്ക് ഇറങ്ങാം, നമുക്ക് മുടിയില്ലാന്ന് അവരറിയാത്ത കോലത്തിൽ നമുക്ക് ഇറങ്ങാം. കുറച്ച് ഉള്ളു കുറവുണ്ടെങ്കിലും അത് ഇറങ്ങി നടക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇത്രയൊക്കെയാണ് എൻ്റെ 10 മാസം റിസൾട്ട്. ഇനി 2 മാസം കൂടി കഴിഞ്ഞതിൻ്റെ ഫുൾ അവർ പറഞ്ഞ സെറ്റപ്പ് ആവട്ടോ, ഫുള്ള് വളർച്ച എത്തിയ റിസൾട്ട് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ അതുകൂടി ഞാൻ കാണിക്കും. ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്യും. പുതിയ വീഡിയോ എപ്പോഴും ഇടാനുള്ള ഒന്നുമില്ല കാര്യമായിട്ട്. പിന്നെ ആരെങ്കിലുമൊക്കെ റിവ്യൂവിനൊക്കെ കിട്ടിയാലാണ് ഇടുക. അങ്ങനെ കുറച്ച് കാലം ഒരു 5-6 കൊല്ലം കഴിഞ്ഞൊക്കെ ഒരാളെ കിട്ടാൻ നമുക്കൊരു ധൈര്യമായിട്ട് പറയാം ഇത്ര കാലം നിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഇതിപ്പോൾ പലരും പറയുന്നുണ്ട് 1 കൊല്ലം കൊണ്ട് 2 കൊല്ലം കൊണ്ടൊക്കെ കുറഞ്ഞു പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടെന്നല്ലാതെ ഇതിൻ്റെ പൂർണ്ണത നമുക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും അതൊക്കെ നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ. ഏതായാലും ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.